ഹലോ ഹായ്. ഹലോ. ജലദോഷം കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ബെഡ് റെസ്റ്റിലാണ്. മൂക്കൊഴുപ്പ് 2 ദിവസമായി. ഇന്നലെ ഇന്ന് നാളേക്ക് ശരിയാകുന്ന കഴിക്കുന്നു. മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോണിൻ്റെ അടുത്ത് നോക്കുമ്പോഴാണ് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. പണ്ട് കാലത്ത് ഏകദേശം ഞാൻ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10 വയസ്സ് പ്രായം ഉണ്ടാവും. അന്നത്തെ കാലത്തൊക്കെ ഞാൻ രാത്രി അധികം ഉറങ്ങുമ്പോൾ 1-2 സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതിൽ ആദ്യത്തെ മെയിൻ സ്വപ്നം സ്കൂളിൽ നിന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഓടിപ്പോയി മൂത്രപ്പുരയിൽ പോയിട്ട് മൂത്രമൊഴിക്കുന്നു. അപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ നനയാൻ പറ്റുന്നു. ഉറക്ക ചട്ടി നോക്കുമ്പോൾ നമ്മൾ കിടന്ന് പായിലാണെന്ന് കിടക്കുക. പായ് മൊത്തം നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറക്കത്ത് ചട്ടി ഉണരും. അതൊരു സ്വപ്നം. പിന്നെ വേറൊരു സ്വപ്നം, അന്ന് ആകാശത്ത് അങ്ങ് ഉയരത്തിലൂടെ വിമാനം ചെറിയ രീതിയിൽ ഈ വണ്ണത്തിൽ കാണും. അപ്പോൾ അന്ന് കണ്ട മെയിൻ സ്വപ്നം തലയല്ല തൊട്ട് മുകളിലൂടെ നമുക്ക് തൊടാൻ പറ്റുന്ന അത്രയും രീതിയിൽ വിമാനം പറന്നു പോകുന്നത്. അന്നൊരു കാര്യം ഓർക്കണം, ടി വി ഒന്നുമില്ല, ഇല്ല, മൊബൈൽ ഫോണില്ല, വിമാനമൊന്നും നേരിട്ട് ടി വിയിലൊന്നും കണ്ടില്ല. സിനിമയിൽ കണ്ടിട്ടുണ്ടോ, സിനിമ തിയേറ്റർ. അപ്പം അങ്ങനെ കണ്ട സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി. മട്ടന്നൂർ വിമാനത്താവളം വന്നപ്പോൾ മട്ടന്നൂരൊക്കെ പോകുമ്പോൾ നമ്മളെ തലക്ക് മുകളിലൂടെ തൊട്ട പോലെ വിമാനം പോകുന്നു. 10-20 വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം നേരിട്ട് കണ്ട്. സ്വപ്നം കണ്ടത് ഫലിച്ച്. പിന്നത്തെ സ്വപ്നം നിങ്ങൾ വിശ്വസിക്കുമോ ഞാനറിയില്ല. ആ ഒരു 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ മൊബൈൽ ഫോൺ പോലും ഇറങ്ങാത്ത കാലഘട്ടമാണ്. ഞാൻ കണ്ട മെയിൻ സ്വപ്നങ്ങളെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ ഇന്നത്തെ മൊബൈൽ ടവറില്ലേ അതുപോലത്തെ ഒരു രൂപം ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പേടിച്ച് അന്തം വിട്ട് ഉണർന്ന ദിവസം കണ്ട്. അധികം അടുപ്പിച്ചാണ് സ്വപ്നം. ഇതെന്താണ് ഇങ്ങനെ, അതെന്താണ് വസ്തു ഒക്കെ അതിശയപ്പെട്ട കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ മൊബൈൽ ടവർ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വപ്നങ്ങളിൽ കണ്ട അതേ രൂപമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ കണ്ടത്? എനിക്ക് എന്നും അതിശയായി തോന്നുന്നു, എന്തുകൊണ്ടാണ് ഞാൻ അന്ന് കണ്ടത്. അപ്പോൾ സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. പിന്നെ വേറൊരു സ്വപ്നങ്ങൾ കാണാറ് ഉറങ്ങിക്കൊണ്ടിരിക്കണം വലിയ അഗാധ ഗർത്തങ്ങളിലേക്ക് പോയി വീഴുന്നതും, പിന്നെ നമ്മളെ പിടിക്കാൻ എന്തൊക്കെയോ ഒരു ഭീകര രൂപങ്ങൾ വരുന്നത് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമുക്ക് ഓടാൻ ശക്തിയില്ല, കാറ്റത്ത് പറന്നു പോകുമ്പോൾ. നിങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതൊന്നും ഇതുവരെ ഫലിച്ചില്ല. ഇനി അത് ഫലിക്കുമെന്ന് അറിയില്ലേ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. ദക്ഷിണാമൂർത്തി സ്വാമി ഈണം നൽകി പാടിയ പാട്ടാണ് ഓർമ്മ വരുന്നത്. വളരെ ശരിയാണ്.